അന്ത്യവിഷം കൊള്ളുന്നതും മദീനയിലാണ്. അവരൊക്കെ മക്കക്കാരായിരുന്നു. പക്ഷേ അള്ളാഹു അവർക്ക് മരണം വിധിച്ചത് മദീനയിലാണ്. അത് യാദൃച്ഛികമെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അതൊരു വല്ലാത്ത അത്ഭുതമല്ലേ? തങ്ങളുടെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പേ സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക്, ഗസയിലേക്ക് യാത്ര പോയതാണ്. അവിടെ അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അവരെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിലാണ്, മദീനയിലാണ് ഉപ്പാക്ക് അസുഖം വന്ന് വഫാത്താകുന്നത്. തങ്ങൾ ജനിച്ച് 6 വയസ്സായ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ ആമിന റളിയല്ലാഹു അൻഹയോടുകൂടെ മദീനയിലേക്ക് പോയി. അവിടുത്തെ അബവായിലാണ് ഉമ്മാക്ക് സുഖമില്ലാതാവുന്നത്. ആമിന റളിയല്ലാഹു തആല അൻഹ അന്ത്യവിഷം കൊള്ളുന്നതും മദീനയിൽ തന്നെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനൽ മക്ക ഔ അഷദ്. അല്ലാഹുവേ, മദീനയോടുള്ള സ്നേഹം ഞങ്ങളുടെ കൽബുകളിൽ തരയണമേ, മക്കയോടുള്ള സ്നേഹം ഞങ്ങളുടെ കൽബിൽ തന്നതുപോലെ, ഔ അഷദ്, അല്ലെങ്കിൽ അതിനേക്കാളും ശക്തമായ സ്നേഹം മദീനയോട് ഞങ്ങൾക്ക് തരയണമേ എന്ന് ചോദിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയമായിട്ടാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. മൈക്ക് ശരിയാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഞാൻ അതിലേക്ക് തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ആമുഖം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോണതേ, സൗണ്ട് നല്ല ഒച്ചയിലങ്ങ് വരണം. അപ്പോഴാണ് ഇത് നിങ്ങൾ കേട്ടിരിക്കുള്ളൂ, എനിക്ക് പറയാനും കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഇന്ന് ആരെങ്കിലുമൊക്കെ സൗണ്ട് എഞ്ചിനീയർമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്നിട്ടൊന്ന് ശരിയാക്കി. നല്ല സൗണ്ട് വേണം. അല്ലാഹ്. ഇസ്ലാമിലെ ഷഹാദത്തിനെ സംബന്ധിച്ച് അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല എന്ന ഇസ്ലാമിന്റെ തൗഹീദ്, ആ തൗഹീദി വിശ്വാസത്തിന്റെ വാചകം പരിശുദ്ധ ശറഅ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ. അത് മാത്രം പറഞ്ഞാൽ ഒരാൾക്ക് മുസ്ലിം ആവാൻ കഴിയില്ല. ഒരാൾ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക, അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഞാൻ മുവഹിദാണ്, ഞാൻ തൗഹീദിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവോ? ഇല്ല. എന്തുകൂടെ പറയണം? വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്നുകൂടെ പറഞ്ഞാലേ മുസ്ലിം ആവാൻ കഴിയുള്ളൂ. ഇസ്ലാം എന്നത് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കൽ മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കലും കൂടെയാണ്. ഷഹാദത്തിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞ് റസൂലാണെന്ന സാക്ഷ്യപ്പെടുത്തൽ ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധ്യമല്ല. ആ രീതിയിൽ ആകാശലോകവുമായി, ഉപരിമണ്ഡലവുമായി, സൃഷ്ടാവായ അള്ളാഹുവിന്റെ ലോകവുമായി നമുക്ക് ബന്ധപ്പെടാനുള്ള നമ്മുടെ വഴി മുത്തുനബിയിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ആ കണക്ഷൻ അള്ളാഹു തആല തന്നത്. അഹിബ്ബുല്ലാഹ് ലിമാ യുഗ്ദൂകും മിൻ നിഅമി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമേ, ലിമാ യുഗ്ദൂകും ബിഹി മിൻ നിഅമി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അവൻ തരുന്നുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണേ. വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ്,
നിങ്ങൾ എന്നെ സ്നേഹിക്കണമേ, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹു നിങ്ങൾക്ക് നിഅമത്ത് തന്നവനാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കണം, അള്ളാഹു എന്നെ സ്നേഹിച്ചവനാണ്, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നവനാണ്. ഈ ഒരു വല്ലാത്ത വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം ഇത്തിബാ ചെയ്യുകയും അനുസരിക്കുകയും രണ്ടെണ്ണം വേണമെന്ന അത്വഅല്ലാഹു വഅത്വഅർ റസൂൽ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലുള്ളാഹി തങ്ങളെ അനുസരിക്കണം. അനുസരണ എന്നത് കൽപ്പനകൾ അംഗീകരിക്കലാണ്. നേരെമറിച്ച് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഖുർആനിൽ. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുസരണ മാത്രമല്ല, തങ്ങൾ എന്ത് ചെയ്തുവോ അത് അങ്ങനെ പിൻപറ്റുക. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ടവർ തലകുനിച്ച് ദേഹത്തേക്ക് വല്ല മുള്ളുകളും തട്ടുമോ എന്ന പേടിയിൽ തലകുനിച്ച് നടക്കുന്നത് കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, യാ അബ്ദല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനെ, നിങ്ങൾ എന്തിനാണ് ഈ വഴിയിലൂടെ പോകുമ്പോ ഇങ്ങനെ തല താഴ്ത്തി പോകുന്നത്? പറഞ്ഞു, മുമ്പൊരിക്കെ മുത്തുനബിയോടുകൂടെ ഞങ്ങൾ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഇവിടെ ഒരു മുള്ളുമരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ താഴിലൂടെ മുത്തുനബി തങ്ങൾ നടന്നു പോകുമ്പോ മുള്ള് ദേഹത്ത് തെറ്റാതിരിക്കാൻ തങ്ങൾ തല താഴ്ത്തിപ്പോയിരുന്നു. ആ ഓർമ്മ എനിക്ക് വന്നപ്പോ തങ്ങളാ ചെയ്തത് ഞാൻ ചെയ്തതാണെന്ന്, മുള്ളോ മരമോ ഇല്ലാതിരിക്കെ ആ വഴിയിലൂടെ പിന്നീട് നടന്നു പോയപ്പോ മുത്തബിഉസ് സുന്നഹ്, അല്ലാഹുവിന്റെ ആജ്ഞ, നിങ്ങളൊക്കെ ചെയ്ത അമലുകളൊന്നുമല്ല എനിക്ക് പ്രശ്നം. എന്റെ നബിയോട് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിച്ചാൽ, എന്റെ നബിയോട് ഒരു ഉറക്കെ നിങ്ങൾ സംസാരിച്ചാൽ ഇതൊക്കെ പൊളിഞ്ഞു പോകുന്നു. മഅദല്ലാഹ്. ആ ഒരു അച്ചടക്കക്കുറവ് സംഭവിച്ചു പോകുന്നത് വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട് സ്വഹാബികൾ. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. വിധങ്ങളുടെ മുമ്പിൽ ഒച്ച വെച്ച് ഞാൻ സംസാരിച്ചു പോയോ എന്ന് പേടിച്ച്, എനിക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുമോ, എന്നോട് അള്ളാഹു കോപിച്ചിരിക്കുമോ എന്ന് പേടിച്ച് വീട്ടിലിരുന്നു പോയ സ്വഹാബിയാണ് മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു. ആ ഒരു വലിയ അള്ളാഹുവിന്റെ കൽപ്പന, നിങ്ങൾ എന്റെ നബിയോട് ബഹുമാനം കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉംറയോ നിങ്ങളുടെ നിസ്കാരമോ എന്റെ നബിയോട് കൂടെ ചെയ്ത ഹിജറയോ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാനതൊക്കെ പൊളിച്ചു കളയും, ഇതൊക്കെ ഞാൻ നശിപ്പിച്ചു കളയും എന്റെ നബിയോട് അനാദരവ് കാണിച്ചാൽ. അത്രയും ഗൗരവത്തിലാണ് അല്ലാഹു തആല നമ്മളോട് നബിയോടുള്ള അച്ചടക്കവും തങ്ങളോടുള്ള ബഹുമാനത്തെ സംബന്ധിച്ചും സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കി തരുന്നത് അഅ്ലമു ഇൻസാനിൻ അറഫതുഹുൽ ബശരിയ്യ, മനുഷ്യലോകം അറിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠരായ ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന സയ്യിദു വൽദി ആദമ വലാ ഫഖറ, ഞാൻ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ മനുഷ്യരിൽ ശ്രേഷ്ഠരായവരാണ്. വലാ ഫഖറ, ഞാനിത് അഭിമാനം പറയുകയല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഭൂമിയിൽ നിന്ന് ആദ്യമായി എഴുന്നേൽക്കാൻ ഭാഗ്യമുണ്ടാവുന്നത് എനിക്കാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ താക്കോൽ ആദ്യമായതുകൊണ്ട് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നതും ഞാനാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ ഫഖറ, ഇതൊന്നും എന്തല്ല, അഭിമാനം പറയുകയോ അഹങ്കാരം പറയുകയോ അല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു തരികയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറഹ്മത്തുൽ മുഹ്ദാ, അനർറഹ്മത്തുൽ മുഹ്ദാ, ഈ ലോകത്തേക്ക് ദാനമായി നൽകപ്പെട്ട റഹ്മത്താണ് ഞാനെന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കുമുള്ള റഹ്മത്ത്. മനുഷ്യർ എന്ന് മാത്രമല്ല, ജിന്നുകൾക്കും ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ഈ പ്രപഞ്ചത്തിനു തന്നെയുമുള്ള അർറഹ്മത്തുൽ മുഹ്ദ, ദാനമായി നൽകപ്പെട്ട റഹ്മത്തായിരുന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തിരുനബിയെ ലോകത്തേക്ക് അല്ലാഹു തആല പറഞ്ഞയച്ച ഒരു മാസത്തിലാണ് ഇങ്ങനെ ഒരു അനുസ്മരണം നമ്മൾ ചെയ്യുന്നത്. മറ്റു മാസങ്ങളെക്കാളൊക്കെയും വ്യത്യസ്തമായി അല്ലാഹു തആല ഇങ്ങനെ ഒരു റബീഉൽ അവ്വൽ, അവിടുത്തെ ഹബീബിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് ആ മാസത്തിന്റെ ഒരു സവിശേഷത തന്നെയാണ്. തിങ്കളാഴ്ച ദിവസം എന്തിനാണ് സുന്നത്ത് നോമ്പെടുക്കുന്നത്, അതിന്റെ കാരണം എന്താണെന്ന് നബിയെ എന്ന് ചോദിക്കപ്പെട്ടപ്പോ മുത്തുനബി തങ്ങൾ കൊടുത്ത മറുപടി ഫീഹി ഉലിത്തു, തിങ്കളാഴ്ചയാണല്ലോ ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ പ്രത്യേകതകളുണ്ട്. പിന്നെ നബി തങ്ങൾ ചെയ്തോ ഇല്ലയോ എന്ന ചർച്ചയാണ് പിന്നെ നടക്കുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തങ്ങളുടെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ ലൈഫ് ഓഫ് സ്ട്രഗിൾ, അവിടുന്ന് അങ്ങനെ ഒരു സെലിബ്രേഷന്റെയോ അല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കുകയോ ചെയ്യാൻ പോലും സാധ്യമല്ലാത്ത വിധം മദീനയിലെ 10 വർഷം നിരന്തരമായ സ്ട്രഗിളായിരുന്നുവല്ലോ. ഇവിടെന്നാ തങ്ങൾക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ സമയം കിട്ടിയത്. മദീനയിലേക്ക് ഹിജ്റ കഴിഞ്ഞു വന്ന 10 വർഷം ചെറുതും വലുതുമായ 40ഓളം യുദ്ധങ്ങൾ മിനിമം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 10 കൊല്ലത്തിനിടക്ക് 40 യുദ്ധം. ഇത്രയും വലിയ സ്ട്രഗിളിനിടയിലാണ് നബി തങ്ങൾ ജീവിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ ചോദിക്കുമായിരുന്നു, നബിയെ എപ്പോഴാണ് നമുക്ക് ഈ വാളും ആയുധമൊക്കെ ഒന്ന് താഴെ വെച്ച് ശത്രുക്കൾ നമ്മെ ആക്രമിക്കില്ല എന്ന ഉറപ്പിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന, വിശ്രമിക്കാൻ പറ്റുന്ന ഒരു കാലം വരുമോ നബിയെ? ഞങ്ങളെപ്പോഴും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉന്മേഷവും ആവേശവും കൊടുത്തുകൊണ്ട് പറയും, വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു ഉയർത്തുക തന്നെ ചെയ്യും. ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബസ്വാറത് ഖോ ഗയി ലേകിൻ बसीरत तो सलामत है, मदीना हमने देखा है मगर नादीद नादीदा, मदीना जाके हम समझे तक़द्दुस किसको कहते हैं, हवा पाकीज़ा पाकीज़ा ഫിസാ സഞ്ജീദ സഞ്ജീദ. ലമ ഇഖ്ബാൽ മദീനയിലേക്ക് മനസ്സുകൊണ്ട് യാത്ര പോയ ഒരു സംഭവമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മയൊക്കെ കാണാൻ കൊതിച്ച ഒരു രംഗമുണ്ട്. തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വദിത്തു ലൗ റഅയ്തു ഇഖ്വാനി, ഞാൻ എൻ്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. അത് തങ്ങൾ പറയുന്നത് വഫാത്തിനോടടുത്ത കാലഘട്ടത്തിലാണ്. ജന്നത്തുൽ ബഖീഇൽ മുൻഗാമികളായ സ്വഹാബികൾ, മരിച്ചുപോയ സ്വഹാബികൾ, അവിടുത്തെ അനുയായികൾ, തങ്ങളെ വിശ്വസിച്ചവർ, യുദ്ധങ്ങളിലും അല്ലാതെയും മരിച്ചുപോയവർ, അവരെയൊക്കെ സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തു കൊടുത്ത് തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടെയുള്ള ആളുകളോട് പറയുന്നത്, എനിക്ക് കൊതിയാവുന്നു എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിലെന്ന്. അവര് പറഞ്ഞു, നബിയെ അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലേ നബിയെ, പിന്നെ ആരെപ്പറ്റിയായി പറയുന്നത്?
അന്നേരം നബി തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹചാരികളാണ്, എന്റെ കൂട്ടുകാരാണ്. വഇഖ്വാനി, എന്റെ സഹോദരന്മാർ എന്ന് പറയുന്നത് അല്ലദീന ലം യഅ്തു ബഅദ്, അവർ ഇതുവരെ വന്നിട്ടില്ല, വരാൻ പോകുന്നവരാണ്, അവര് ജനിക്കാൻ പോകുന്നവരാണ്, അവരെന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണ്. എന്നെപ്പറ്റി കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ, അവര് വിശ്വസിക്കും. ആമന്നാ വസല്ലംനാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവർ. ശുദ്ധ ഖുർആൻ, അതിന്റെ നുസൂൽ, ഖുർആനിന്റെ അവതരണത്തിന് അവർ സാക്ഷികളല്ല. പക്ഷേ ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിൽ അവരുടെ കയ്യിലേക്ക് കിട്ടും. അവരതിന്റെ മഹത്വം മനസ്സിലാക്കുകയും ആ വിശുദ്ധ വചനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, ഞാൻ അവരെയൊക്കൊന്ന് കാണാൻ കൊതിച്ചു പോകുന്നു എന്ന് പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവര് ചോദിച്ചു, നബിയെ, ലോകത്ത് ഏകദൈവ വിശ്വാസികളല്ലാത്ത ആളുകൾ ഒരുപാട് കാണുമല്ലോ, പരലോകത്തേക്ക് നമ്മളൊക്കെ വിചാരണയ്ക്ക് വരുമ്പോ തങ്ങൾ അവരെയൊക്കെ തിരിച്ചറിയുമോ നബിയെ? തങ്ങൾക്ക് അവരെ കണ്ടാൽ മനസ്സിലാവോ? തങ്ങൾ പറഞ്ഞു, അറഅയ്തും, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിൻ, ഒരാൾക്ക് ഒരുപാട് കറുത്ത കുതിരകളുണ്ട് എന്ന് സങ്കല്പിക്കുക. 100 കണക്കിന് കറുത്ത കുതിരകൾ. ആ കുതിരകൾക്കിടയിൽ ഏതെങ്കിലും ചില കുതിരകളുടെ കൈകാലുകളും നെറ്റിയും വെളുത്തതാണെങ്കിൽ ആ കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് ആ വെളുത്തവയെ തിരിച്ചറിയാൻ ഇയാൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമോ? ഇല്ല നബിയെ, ഇല്ല. എങ്കിൽ നിങ്ങളൊക്കെ അന്ത്യനാളിൽ വരുമ്പോ നിങ്ങൾ വുളൂ ചെയ്ത ആളുകളല്ലേ? വുളൂ എന്നത് അംഗസ്നാനമാണ്. അങ്ങനെ നിങ്ങൾ വുളൂ ചെയ്ത ആ വെള്ളം തട്ടിയ ഭാഗത്തൊക്കെ നിങ്ങളുടെ ശരീരം പ്രകാശിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് എന്റെ ഉമ്മത്തികളെ ഞാൻ തിരിച്ചറിയുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. അനഫറതുക്കും ഇൻദൽ ഹൗദ്, ഞാൻ വിശുദ്ധമായ ഹൗദുൽ കൗസറിന്റെ അരികെ നിങ്ങളെ ഞാൻ കാത്തിരിക്കാൻ പോവുകയാണ്. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു, ഞാൻ അവിടെ കാത്തിരിക്കും. ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അരികത്ത്. ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയെ, നാളെ മഹ്ശറയിൽ വരുമ്പോ അങ്ങയെ കാണാൻ എനിക്ക് പറ്റുമോ നബിയെ? എങ്ങനെയാണ് കോടാനുകോടി ആളുകൾക്കിടയിൽ നിന്ന് അങ്ങയെ ഞാൻ എവിടെയാണ് മഹ്ശറയിൽ തപ്പേണ്ടത്? എവിടെയാണ് നബി അങ്ങയെ ഞാൻ തെരഞ്ഞു നോക്കേണ്ടത്? എവിടെ വന്നാലാ നബിയെ ഞാൻ കാണുക എന്ന് ചോദിച്ചു. വല്ലാത്തൊരു സ്നേഹമാണ് ആ പ്രകടിപ്പിക്കുന്നത്. അപ്പോ നബി തങ്ങൾ പറഞ്ഞു, എന്നെ ആ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന മീസാനിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. നബിയെ, ഞാൻ അവിടെ വരും. അവിടെ വന്നിട്ട് നബിയെ കണ്ടില്ലെങ്കിലോ? ഇൻദൽ ഹൗദ്, പരിശുദ്ധമായ ഹൗദുൽ കൗസർ കോരിത്തരുന്നിടത്ത് ഞാൻ അവിടെ ഉണ്ടാകും. എന്നെ അവിടെ കണ്ടേക്കും. നബിയെ, ഞാൻ അവിടെ വന്നും കണ്ടില്ലെങ്കിലോ? ഇൻദ സിറാത്ത്, സിറാത്ത് നിങ്ങൾ കടന്നു പോകൂലേ, ഞാൻ അവിടെ ഉണ്ടാകും. അവിടെ കണ്ടില്ലെങ്കിലോ? ലാ ഉഖ്തിഉ ഹാദിഹി സലാസ, ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടാകും, ഇതല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ ഈ മൂന്നാലൊരു സ്ഥലത്ത് വന്നാൽ എന്നെ നാളെ കാണാൻ പറ്റുമെന്ന് സ്വഹാബികൾക്ക് സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടാണ് നബി തങ്ങൾ പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനഫറതുക്കും ഇൻദൽ ഹൗദ്, നിങ്ങൾ അവിടെ വരുമ്പോഴേ നിങ്ങൾ ദാഹിച്ചു വരുമ്പോ നിങ്ങൾക്ക് വെള്ളം തരാൻ ഞാൻ അവിടെ കാത്തിരിക്കുകയാണ്. ഈ ഉമ്മത്തിനെ സംബന്ധിച്ചായ ഒരു നബി തങ്ങളുടെ കൺസേൺ നമ്മളെ സംബന്ധിച്ച് അവിടെ നിന്ന് ആലോചിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ മോൾ ഫാത്തിമ, എന്റെ മക്കളുടെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ? എന്റെ കാലശേഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരുമോ? ആരാണ് അവരെ സംരക്ഷിക്കുക? ഇതൊന്നും അല്ലല്ലോ തങ്ങൾ പറഞ്ഞു. ഉമ്മത്തി, അല്ലാഹുവേ, എന്റെ ഉമ്മച്ചികൾ, ഉമ്മത്തി, എന്നെ വിശ്വസിക്കുന്ന ആളുകൾ, അതിലാണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹുവേ, ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ എന്ന് പറഞ്ഞ നബിയ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يوم يدعو آدم وأنبياء
നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മതി യാ ഉമ്മതി യാ ഖൗമിയാ. അങ്ങനെ ഒരു സ്നേഹം കാണിച്ച നബിയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികളോട് അവരുടെ സ്വശരീരത്തെക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി തങ്ങളുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്, ഉമ്മമാരാണ്. നബിയോ, നബി വാപ്പയാണെന്നല്ല പറഞ്ഞു. അതിനേക്കാളും നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും നിങ്ങൾക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ റസൂലാണ്, മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ നമ്മളിങ്ങനെ പാടുന്നത്, മൗലിദിന്റെ കിതാബിലൊക്കെ പാടുന്നില്ലേ, അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. അൻത ഉമ്മുൻ അം അബുൻ. നബി, അങ്ങയെ സംബന്ധിച്ച് ഉമ്മയാണെന്നോ അങ്ങ് ഞങ്ങളുടെ വാപ്പയാണെന്നോ എന്താണ് പറയേണ്ടത്? രണ്ടുമാണല്ലോ, രണ്ടിലും പ്രധാനപ്പെട്ടതുമാണല്ലോ. ഒരു വാപ്പാക്ക് വാപ്പയുടെ റോളെ ചെയ്യാൻ പറ്റൂ. വാപ്പാക്ക് ഒരിക്കലും ഉമ്മയാവാൻ കഴിയില്ല, ഉമ്മാക്കൊരിക്കലും വാപ്പയാവാനും കഴിയില്ല. ഈ രണ്ട് റോളും ചെയ്യുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാളും ഭയങ്കരം. കാരണം നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ ആവശ്യമായ പരിപോഷണമാണ് നമ്മുടെ മാതാപിതാക്കൾ ചെയ്തത്. മുത്തുനബി ചെയ്തതെന്താ? നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ആഖിറത്തെ രക്ഷപ്പെടുത്തി തരികയാണ്. മാത്രമല്ല, ആദം നബിയോടും ഹവ്വാ ബീവിയോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ അല്ലാഹു തആല പറഞ്ഞപ്പോ ഖുൽനഹ്ബിതു മിൻഹാ ജമീആ, താഴേക്ക് പോന്നതാണ്. സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ഒറിജിൻ എങ്ങനെയാണ്? മനുഷ്യനെ സംബന്ധിച്ചുള്ള പഠനം നടത്തിയപ്പോഴാണ് മനുഷ്യന്റെ ഒറിജിൻ ഭൂമിയല്ല, ഭൂമിക്ക് പുറത്തുള്ള ഒരു എക്സിസ്റ്റൻസ് മനുഷ്യനുണ്ട് എന്ന് നമ്മുടെ ആന്ത്രോപോളജിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഉമ്മയും വാപ്പയും ചെയ്തത്. ആദം നബി അലൈഹിസ്സലാം ഹവ്വ ബീവിയും സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകലാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഉമ്മയെക്കാളും വാപ്പയെക്കാളും നബിയെ അങ്ങാണല്ലോ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ തിരുനബിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നബിയേ, കണ്ടിട്ടില്ല. അങ്ങയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ എന്റെ കണ്ണുകൊണ്ട് കണ്ടില്ല നബിയേ.
അങ്ങയെക്കാളും പരിപൂർണതയുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടുമില്ല നബിയേ. നബിയെ, അങ്ങ് യാതൊരു ന്യൂനതയും ഇല്ലാതെയാണല്ലോ പ്രസവിക്കപ്പെട്ടത്. അങ്ങ് എങ്ങനെ ജനിക്കണമെന്ന് കൊതിച്ചുവോ അങ്ങനെ അള്ളാഹു അങ്ങയെ ജനിപ്പിച്ച പോലെ. വഅഹ്സനു മിൻക വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. പറയും, ഭൂമി കണ്ട, ആകാശലോകം കണ്ട, പ്രപഞ്ചം കണ്ടതിൽ ഏറ്റവും സൗന്ദര്യമുള്ളവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ സ്വഹാബുകൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് തങ്ങളൊക്കെ പറയാറുണ്ട്, ഞാൻ എന്റെ നബിയുടെ മുഖത്ത് നോക്കി എന്റെ കണ്ണ് നിറയെ നോക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അത്രക്കും പ്രകാശവും വഖാറും നബിയുടെ മുഖത്തുണ്ടായിരുന്നുവെന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുകയാണ്. Whoever met him for the first time was filled with awe and with closer contact became attached to him. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോഴേക്കും ആ ഒരു സൗന്ദര്യവും ഗാംഭീര്യവും ചമഞ്ഞു നിൽക്കുന്ന ആ മുഖം കണ്ടാൽ ഏത് ശത്രുവും അവിടെ അലിഞ്ഞു പോവുക പതിവായിരുന്നു. നബി തങ്ങളുടെ മുമ്പിൽ ശത്രുക്കൾ പോലും ആ മഹത്വത്തിന്റെ മുമ്പിൽ അംഗീകാരം കൊടുക്കുകയാണുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്നൊരിക്കെ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു നിലാവുള്ള രാത്രി പുറത്തിറങ്ങി, അവിടെ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്, മുത്തുനബി തങ്ങളുണ്ട്. ഞാൻ ചന്ദ്രനിലേക്ക് നോക്കുന്നു, നബിയുടെ മുഖത്തേക്ക് നോക്കുന്നു. ആ ചന്ദ്രനിൽ കാണുന്നതിനേക്കാളും ശോഭയും പ്രഭയും എന്റെ നബിയുടെ മുഖത്ത് ഞാൻ കണ്ടു എന്ന് അവിടുത്തെ സ്വഹാബുകൾ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടാനുള്ള എല്ലാ ഗുണങ്ങളും. അന ഖൈറുക്കും ലി അഹ്ലി ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. ഏതെല്ലാം രീതിയിൽ അവിടുത്തെ ശരീരത്തിന്റെ വർണ്ണന, നിബിധങ്ങളുടെ ശരീരത്തിന്റെ ആ ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരുന്നു അവിടുത്തെ ശരീര ഗുണങ്ങൾ എന്ന് ശമാഇൽ തുർമിദിയിൽ മഹാനായ മുഹമ്മദ് ബിൻ ഈസ തുർമിദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയ കിതാബിൽ നിബിധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അവിടുത്തെ നെറ്റി എങ്ങനെയായിരുന്നു, അവിടുത്തെ തലമുടി എങ്ങനെയായിരുന്നു, അവിടുത്തെ ചുണ്ടുകൾ എങ്ങനെയാണ്, അവിടുത്തെ മൂക്കെങ്ങനെയായിരുന്നു, അവിടുത്തെ പല്ല് എങ്ങനെയായിരുന്നു, അവിടുത്തെ ശരീരത്തിന്റെ ആകാര സൗന്ദര്യം എങ്ങനെയായിരുന്നു, അവിടുത്തെ വിരലുകൾ എങ്ങനെയാണ്, അവിടുത്തെ നഖം എങ്ങനെയായിരുന്നു, അവിടുത്തെ കൺപീലി എങ്ങനെയാണ്. ഇതൊക്കെ നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കാൻ. അതൊരു കലാകാരന്, ഒരു ആർട്ടിസ്റ്റിന് കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് അയാൾക്ക് വരക്കാൻ പറ്റും. പക്ഷേ നമുക്കത് വരക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം ലോകം അത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വളരെ കൃത്യമാണ്, വളരെ വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅന്നക തറാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്ന പോലെ നിബിധങ്ങളുടെ ശാരീരിക ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കിതാബുകളിൽ ശമാഇൽ തുർമിദി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കാണ്. വളരെ മനോഹരമാണ്. തങ്ങളുടെ തലമുടി എത്ര എണ്ണം നരച്ചിരുന്നു, തങ്ങളുടെ താടിരോമം എത്ര നരച്ചിരുന്നു, നരബാധിച്ചിരുന്നു, തങ്ങളുടെ നെഞ്ചിൽ തലമുടി വല്ലത്, നെഞ്ചിൽ രോമം എത്രയെണ്ണം നരച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എന്നതൊക്കെ, തങ്ങളുടെ വയറെങ്ങനെയാണ് ഉണ്ടായത്, തങ്ങളുടെ കതിഫ് ഷോൾഡർ എങ്ങനെയായിരുന്നു, തങ്ങളുടെ ആം എങ്ങനെയായിരുന്നു, എല്ലാം വ്യക്തമാണ്, വളരെ മനോഹരമാണ്. അവിടുത്തെ തപസ്സും പുഞ്ചിരി എങ്ങനെയായിരുന്നു, അവിടുത്തെ ചിരി എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അവിടുന്ന് സംസാരിച്ചത്, എങ്ങനെയാണ് അവിടുന്ന് നടന്നത്, എങ്ങനെയാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചത്, എല്ലാം നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അത്രയും മനോഹരമായി ആ ഹബീബിനെ അറിയുമ്പോ നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങൾ ഇഷ്ടപ്പെടും. ലൗ റആക ലഅഹബ്ബക, നിങ്ങളെ ആ നബി കണ്ടിരുന്നുവെങ്കിൽ ആ നബി നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾ ആ നബി ഇഷ്ടപ്പെടുകയും ചെയ്തേനെ എന്ന് സ്വഹാബികൾ പറയുമായിരുന്നു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. നേർന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത് കടന്നു വരുന്നു. മദീനയിലേക്ക് വരികയാണ്. 13 കൊല്ലം സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പാട് ചെയ്ത് സഹിച്ച് മദീനയിലേക്ക് നബി അല്ലാഹു കൊണ്ടുവരുന്നു. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത സത്യത്തിന്റെ സ്ഥാനത്തേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിന്റെ സ്ഥാനത്തു നിന്ന് നീ എന്നെ പുറപ്പെടുവിക്കുകയും വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസ്വീറാ. അല്ലാഹുവേ, നിന്റെ ഭാഗത്തു നിന്നും ശക്തമായ സഹായം നീ എനിക്ക് തരികയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ, സത്യത്തിന്റെ സ്ഥാനത്തേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. ആ വാക്കിന്റെ അർത്ഥം അൽ മദീന, ശുദ്ധമായ മദീനയാണ്. വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ, സത്യത്തിന്റെ സ്ഥാനത്ത് നിന്ന് നീ എന്നെ പുറപ്പെടുവിക്കുകയും സത്യസ്ഥാനത്തേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണം. ആ പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞത് പരിശുദ്ധമായ മക്കയാണ്. എന്നെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞത് പരിശുദ്ധമായ മദീനയാണ്. ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ് നബി തങ്ങളോട്. കാരണം അവിടെയാണല്ലോ പ്രിയപ്പെട്ട ഉപ്പ കിടക്കുന്നത്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അവിടെയാണല്ലോ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്നത്, ആമിന റളിയല്ലാഹു അൻഹാ. രണ്ടുപേരും കിടക്കുന്നത് അവിടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്നൊരു രാജാവ് മദീന അറ്റാക്ക് ചെയ്യാൻ വന്നു, മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്നു. നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പ് 200 വർഷങ്ങൾക്ക് മുമ്പ് മദീന ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ മദീനയിലെ ആളുകൾ റെസിസ്റ്റൻസ് ഒന്നും ചെയ്തില്ല, പ്രതിരോധമൊന്നും ചെയ്തില്ല. അവര് പ്രതികരിക്കാതിരുന്നു. അവർ അറ്റാക്ക് ചെയ്യുന്നു. മദീനയെ തകർക്കാൻ പറ്റുന്നില്ല, മദീനയോടടുക്കാൻ പറ്റുന്നില്ല, മദീനയെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. അന്ന് മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. നിബിധങ്ങൾ വരുന്നതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പാണിത്. ആ രാജാവും തന്റെ സൈന്യവും ക്ഷീണിച്ചവശരായി രാത്രി വിശ്രമിക്കാനിരിക്കുമ്പോ മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്ന രാജാവിന് മദീനയിലേക്ക് ഇരച്ചു കയറാൻ കഴിയാതെ അവര് മാറി നിന്നു. രാത്രി വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വീണ്ടും ആക്രമിക്കാമെന്ന് വിചാരിച്ച്. ആ സമയത്താണ് മദീനയിലെ ആളുകൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത്. നിങ്ങൾ യമനിന്ന് വന്നവരല്ലേ, യുദ്ധം ചെയ്യാണ്ട് വന്നവരല്ലേ, മദീനയിൽ നിങ്ങൾക്കാരും ഭക്ഷണം നൽകിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വക നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് മദീനക്കാർ അവരെ ആക്രമിക്കാൻ വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അവർക്കാണെങ്കിലോ മദീനയെ അറ്റാക്ക് ചെയ്യാനും കഴിയുന്നില്ല.
മദീനയെ ആരോ ഡിഫെൻഡ് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നുകയാണ്. അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു യുദ്ധമുണ്ടോ? ആരുമില്ല. മദീനക്കാരും അവരെ ഒന്നും ചെയ്തിട്ടില്ല. അവരെ സ്വീകരിക്കുകയാണ്, ശത്രുവിനെ സ്വീകരിക്കുകയാണ്. അവര് പറഞ്ഞു, ഇത് വല്ലാത്ത അത്ഭുതമാണ്, ഇതെന്തൊരു കഥ. കാരണം ഞങ്ങളിവിടെ അറ്റാക്ക് ചെയ്യാൻ വന്നവരാണ്, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരികയോ? സൗണ്ട് ശരിയാക്കണല്ലോ, നന്നായി വരുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരികയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആക്രമിക്കാൻ വന്നവരല്ലേ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമുണ്ട് മദീനയിൽ അന്ന്. അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അവർ പറഞ്ഞു, ഞങ്ങൾ ഷാമിൽ നിന്ന് വന്നവരാണ്, ഫലസ്തീനിൽ നിന്ന്, ഡമസ്കസിൽ നിന്ന്, സിറിയയിൽ നിന്നൊക്കെ വന്നവരാണ്. അതെ, നിങ്ങൾ എന്തിനു വന്നു? ഇത്രയും ദൂരം മരുഭൂമിയിലൂടെ നിങ്ങൾ എന്തിന് യാത്ര ചെയ്തു? അവര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു അന്ത്യപ്രവാചകരെ സ്വീകരിക്കാനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷം, ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ശേഷം ഒരു അന്ത്യ റസൂൽ, ഒരു പാറക്കലിച്ച, ഒരു അന്ത്യപ്രവാചകർ, ഒരു സ്തുതിക്കപ്പെട്ടവർ ഈ ലോകത്ത് വരാനുണ്ട്. അവര് വരുന്നത് ഈ യസ്രിബിലാണ്, ഈ മണ്ണിലാണ് അവർ വരാൻ പോകുന്നത്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുന്നത്. അപ്പോ നിങ്ങൾ എന്താ ഞങ്ങളോട് പ്രതിരോധിക്കാത്തത്? ഞങ്ങളെ യുദ്ധം ചെയ്യാൻ സമ്മതിക്കുകയും ഒരു പ്രതിരോധം പോലും ചെയ്യാതെ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതിന്റെ പൊരുളെന്താണ് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നവരല്ല, ഞങ്ങൾ ആ പ്രവാചകനെ സ്വീകരിക്കുന്നവരാണ്. ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നവരല്ല, ഞങ്ങൾ സ്വീകരിക്കാൻ വന്നവരാണ്. ഇത് പറഞ്ഞപ്പോ യമനിയായ രാജാവ് അത്ഭുതത്തോടുകൂടെ പറയാൻ, അങ്ങനെയെങ്കിൽ, അങ്ങനെ ഒരു അന്ത്യപ്രവാചകനെ സ്വീകരിക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്ന മണ്ണാണ് ഈ മദീനയുടെ മണ്ണെങ്കിൽ ഞാൻ ഇവിടെ യുദ്ധം ചെയ്യുന്നില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. പക്ഷേ എന്റെ ഒരു സമ്മാനം, ആ അന്ത്യ റസൂൽ വരുമ്പോ ഞാൻ പണിത എന്റെ വീട്ടിലായിരിക്കണം ആ തിരുനബി താമസിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു വീട് ഞാൻ പണിയുകയാണ്. ഒരു രാജാവെന്ന നിലയിൽ വളരെ അന്നത്തെ ലെവലിൽ നോക്കിയാൽ വളരെ പോർഷായൊരു വീട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ളൊരു വീട്, അത് അന്ന് വിരളമാണ്. നബിതങ്ങൾ ജനിക്കുന്നതിന്റെ 200 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു വീട് മദീനയിൽ പണിത് കഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെങ്കിലും കാലത്ത് ഈ അന്ത്യ റസൂൽ വരുമ്പോൾ എന്റെ ഈ വീട്ടിൽ താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ആ യമൻ രാജാവ് തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും. മദീനയിലേക്ക് കടന്നു വരികയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയാണ് ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ, ചരിത്രത്തിലെ മർമ്മപ്രധാനമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. മദീനയിലേക്ക് വരുമ്പോ മദീനക്കാർ നബിയെ പാട്ടുപാടി സ്വീകരിച്ചു. നമുക്ക് അറിയുന്നൊരു വസ്തുതയാണ്, സ്വീകരണവും പാട്ടുപാടി സ്വീകരിക്കലും രണ്ടും രണ്ടാണ്. ഒരാളെ സ്വീകരിച്ചിരുത്തിയെന്ന് വരും, പക്ഷെ വളരെ സ്നേഹത്തോടെ പാട്ടുപാടി ആവേശത്തോടുകൂടെ സ്വീകരിക്കുക, അത് സ്നേഹം കലർന്ന സ്വീകരണമാണ്. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ വന്നാലും ചിലപ്പോൾ സ്വീകരിച്ചിരുത്തിയെന്ന് വരും, പക്ഷെ പാട്ടുപാടി സ്വീകരിക്കണമെങ്കിൽ കൽബിന്റെ ഉള്ളിൽ സ്നേഹം വേണം. ആ സ്നേഹമാണ് മദീനക്കാർ തിരുനബിക്ക് കൈമാറുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെങ്ങനെയാ പാട്ടുപാടിയത്? എന്താണ് ആ പാട്ടിന്റെ പൊരുളെന്നറിയുമോ? മക്കയിൽ നിന്ന് നബിതങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് കഷ്ടപ്പാടിലാണ്. മദീനക്കാർ നബിതങ്ങളെ എക്സ്പെൽ ചെയ്യുകയാണ് ഉണ്ടായത്, മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് അട്ടിയൊടിക്കുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിഷമിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് വരുന്നത്. മക്കയിലെ പ്രമാണിമാർ ഖുറൈശികളാണ്. അവർ കഅബാലയത്തിന്റെ ഉടമസ്ഥരാണ്, കഅബയെ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്.
ഖുറൈശികളാണ് അവിടുത്തെ ട്രേഡ് ലിങ്കുകൾ കൺട്രോൾ ചെയ്യുന്നവരാണ്. ട്രേഡ് റൂട്ടുകൾ, കച്ചവട സംഘങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഖുറൈശികളാണ് മോണിറ്റർ ചെയ്യുക. ഖുറൈശികൾ പുറത്താക്കിയ ഒരാളെ, അറേബ്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കുടുംബം, ഒരു തറവാട്, ഒരു ട്രൈബ്, വലിയൊരു കുടുംബം പുറത്താക്കിയ ഒരാളെ പാട്ടുപാടി മദീനക്കാർ സ്വീകരിക്കുമ്പോൾ അവർക്കറിയാം ഞങ്ങൾ വലിയ ഒരു അപകടത്തിലേക്കാണ് ഞങ്ങൾ എടുത്തു ചാടുന്നത്. കാരണം ഇവിടെ പ്രതിരോധ യുദ്ധങ്ങൾ നടക്കും. അവരൊഴിവാക്കിയ ഒരാളെ ഞങ്ങൾ സ്വീകരിക്കാൻ അവരും ഞങ്ങളും തമ്മിൽ യുദ്ധം നടക്കും. ഔസും ഖസ്റജും മദീനക്കാരാണ്, ഖുറൈശികളാണ് മക്കക്കാർ. അവർ തമ്മിൽ യുദ്ധം നടക്കും. മുസ്ലിമീങ്ങൾ, ആ നാട്ടുകാർ, അവർക്ക് ഞങ്ങൾ അഭയം കൊടുക്കുകയാണ്. അങ്ങനെ വന്നാൽ ഈ രണ്ട് പ്രദേശത്തുകാർ തമ്മിൽ യുദ്ധം നടക്കുമെന്ന് ഉറപ്പാണ്. ആ യുദ്ധം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾക്കത് പ്രശ്നമല്ല എന്നൊക്കെയാണ് ഈ ത്വല അൽ ബദ്റു അലൈന എന്ന പാട്ടിന്റെ സാരം. അപകടമെന്ന് വിചാരിച്ചത് ഞങ്ങൾക്ക് പൂവാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ആ പാട്ട് പാടിയത്. ത്വലഅ അൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈന ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. സനിയാത്തുൽ വദാഇൽ നിന്ന് ഉദിച്ചു വരുന്ന പൂർണ്ണചന്ദ്രനെ, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ. മദീനക്കാരായ ചെറിയ മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും പാട്ടുപാടുന്നുണ്ട്. ദഫ് മുട്ടിയിട്ട് മുത്തനബിയെ സ്വീകരിച്ചു. എന്താണ് ആ സ്വീകരണം? ഓരോരുത്തരും നബിയെ വന്ന് കാണുകയാണ്. ചിലരൊക്കെ പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ അങ്ങ് താമസിക്കണം, എന്റെ വീട്ടിൽ അന്തിയുറങ്ങണം, നബിയെ എന്റെ വീട്ടിൽ അങ്ങ് കിടന്നുറങ്ങണം, ആ ഒരു ബറക്കത്ത്, ആ ഒരു പുണ്യം എനിക്ക് കിട്ടണം. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ക്ഷീണിച്ചവശരായി വന്ന നബിയെ നിങ്ങൾ ഓരോരുത്തരും ക്ഷണിച്ചാൽ ആർക്കാണ് നബി ഞങ്ങൾ ഉത്തരം കൊടുക്കുക? അതുകൊണ്ട് നിബിതങ്ങളുടെ ഒട്ടകമുണ്ട്, ഖസ്വ എന്ന ഒട്ടകം. ദഊഹാ ഫഇന്നഹാ മഅമൂറ. ആ ഒട്ടകത്തെ വിട്ടേക്കണം, അത് അല്ലാഹുവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒട്ടകമാണ്. ഈ ഒട്ടകത്തെ വിട്ടേക്കണം, അല്ലാഹുവാണ് അതിന്റെ കൺട്രോൾ ചെയ്യുന്നത്. എവിടെയാണ് ആ ഒട്ടകം മുട്ടുകുത്തുന്നത് അവിടെ നിബിതങ്ങൾ താമസിക്കും. ആരുടെ വീടാണോ തൊട്ടു മുമ്പിലുള്ളത് ആ വീട്ടിൽ പോയി താമസിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എവിടെ താമസിക്കണമെന്ന് ആ ഒട്ടകത്തിന്റെ മുട്ടുകുത്തൽ എവിടെ നടക്കുന്നുവോ അവിടെയാണ് നബി താമസിക്കാൻ പോകുന്നത്. ആ ഒട്ടകം മുട്ടുകുത്തിയത് മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്താണ്. അബൂ അയ്യൂബുൽ അൻസ്വാരിക്കാണ് മദീനയിൽ 2 തട്ടുകളുള്ള വീടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമുള്ള വീടുള്ളത് അബൂ അയ്യൂബുൽ അൻസ്വാരി തങ്ങൾക്ക് മാത്രമാണ്. ആ വീടാണെങ്കിലോ 200 കൊല്ലങ്ങൾക്ക് മുമ്പ് രാജാവ്, യമനിയായ രാജാവ് പണികടിച്ചുപോയ, എന്നെങ്കിലും ആ അന്ത്യ റസൂൽ വരികയാണെങ്കിൽ ഈ വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞുപോയ ആ വീട് നടത്തിക്കൊണ്ടുവരുന്നത് അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമായിരുന്നു. ആ സ്വഹാബിയുടെ വീടിന്റെ മുമ്പിൽ 200 കൊല്ലങ്ങൾക്ക് മുമ്പ് പണി കഴിച്ചു പോയ ആ വീടിന്റെ തൊട്ടു മുമ്പിൽ മദീനയിലെ ഖുബായിലാണ് വിശുദ്ധ നബി തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തുന്നത്. ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ അങ്ങനെ സംഭവിച്ചത് അല്ലാഹു തആല വളരെ സിസ്റ്റമാറ്റിക്കലി, വളരെ മനോഹരമായി അല്ലാഹു തആല പ്രീഡിറ്റൈൻഡ്, അല്ലാഹു തആല വളരെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ സംഭവിക്കണം എന്ന്
റബ്ബ് നിശ്ചയിച്ച അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് നടക്കുകയാണ്. എവിടെ നിബിതങ്ങൾ താമസിക്കണം? ആ വിശുദ്ധ മണ്ണിലാണ് വിശുദ്ധമായ ഖുബാ പള്ളി ഉണ്ടാക്കുന്നത്. ആ പള്ളിക്ക് തൊട്ടു മുമ്പിലായിരുന്നു അബു അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായത്. ആ വീട് 200 കൊല്ലം മുമ്പ് പണി കഴിച്ച് ആ രാജാവ് ആക്രമിക്കാൻ വേണ്ടി വന്ന രാജാവ് തിരിച്ചു പോകുമ്പോ ഈ അന്ത്യ റസൂലിന് വേണ്ടി പണി കഴിച്ചു പോയ വീട് അവിടെയാണ്. മദീനക്കാർ നബിയെ സ്വീകരിക്കുകയാണ്. ആ സ്വീകരണം വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? മദീനക്കാർ നബിയെ പാട്ടുപാടി സ്വീകരിച്ചു. ഇന്ന് റബീഉൽ അവ്വലിൽ നമ്മൾ പാട്ടുപാടുന്നുണ്ട്. നബി തങ്ങളുടെ മദ്ഹ് ഗീതങ്ങൾ പാടും, ഹദീസുകൾ വായിക്കും, അവിടുത്തെ റിവായത്തുകൾ നമ്മൾ വായിക്കും, അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ പറയും. മുത്തനബി തങ്ങളെ സ്വീകരിച്ചു അവർ. ഒരു പെണ്ണ് നബിതങ്ങൾ മദീനയിലെത്തി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ഒരു മഹദി നബിതങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് മദീനയിലേക്ക് കടന്നു വന്ന ദിവസം എനിക്ക് രോഗമായിരുന്നു നബിയെ, എനിക്ക് പനിയായിരുന്നു. അന്ന് നബിയെ കാണണമെന്ന് ഞാൻ കൊതിച്ചു, സാധിച്ചില്ല നബിയെ. മദീനക്കാർ ഓരോരുത്തരും ഓരോരോ പാട്ടുപാടി അങ്ങേ സ്വീകരിച്ചില്ലേ? അങ്ങ് വരുമ്പോ ഒരു പാട്ട് പാടണമെന്ന് ഞാനും കൊതിച്ചിരുന്നു നബിയെ. ആ പാട്ട് ഞാനൊന്ന് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു നബിയുടെ മുമ്പിൽ വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് എഴുതി വെച്ച പാട്ട് 10 ദിവസം മുമ്പ് തങ്ങൾ വരുന്ന സമയത്ത് പാടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്ന് പനിയായിട്ട് വീടിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നബിയെ, അങ്ങയെ പുകഴ്ത്തി പറയുന്ന ആ പാട്ട് ഞാനിപ്പൊന്ന് പാടിക്കോട്ടെ എന്ന് നബിയുടെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ എങ്കിലാവാം എന്ന് പറഞ്ഞ് അവരത് പാടാൻ സമ്മതിക്കുകയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. നബിയോടുള്ള സ്നേഹപ്രകടനം ഏതൊക്കെ രീതിയിലാണ് സ്വഹാബികൾ ചെയ്യുന്നത്. മദീനക്കാർ ചെയ്ത ഈ പണിയെക്കുറിച്ച് വിശുദ്ധ നബി തങ്ങൾ അംഗീകാരം കൊടുത്ത ഒരൊറ്റ ഹദീസ് മാത്രം മതി. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസ്വാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ. ആയത്തുൽ ഈമാൻ, ഈമാനിന്റെ അടയാളം ഹുബ്ബുൽ അൻസ്വാർ, അൻസ്വാരികളെ ഇഷ്ടപ്പെടലാണ്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസ്വാർ, ആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ. അൻസ്വാരികളായ ആളുകൾ ചെയ്തത് ഇഷ്ടപ്പെടുകയും അൻസ്വാരികളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഈമാനിന്റെ അടയാളമാണ്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ, അൻസ്വാരികളോടുള്ള ദേഷ്യം കപട വിശ്വാസത്തിന്റെ അടയാളവുമാണ്. അൻസ്വാരികൾ നബിയെ പാട്ടുപാടി സ്വീകരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ, നബി തങ്ങളുടെ മദ്ഹ് പാടി അൻസ്വാരികൾ ദഫ്മുട്ടി സ്വീകരിച്ചത്, ആ അൻസ്വാരികൾ ചെയ്ത പണി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ആയത്തുൻ നിഫാഖി, കാപട്യത്തിന്റെ അടയാളമാണത്. വആയത്തുൽ ഈമാൻ, ഈമാനിന്റെ അടയാളം ഹുബ്ബുൽ അൻസ്വാർ, അൻസ്വാരികളോടുള്ള സ്നേഹമാണ്. ആ ചെയ്തത് ഞങ്ങൾക്കിഷ്ടമായല്ലാ, മുത്തുനബിയെ അങ്ങനെ സ്വീകരിച്ചത് ഞങ്ങൾക്കിഷ്ടമായി. അൻസ്വാരികളുടെ സ്നേഹം അങ്ങനെയാണ്. നബിയോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോ ചിലൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോ മാത്രം ഒരാൾ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൂടാതാണ്. റമളാൻ മാസം വരുമ്പോ നിസ്കരിക്കാത്ത ഒരുത്ത നോമ്പ് നോറ്റു എന്ന് വിചാരിക്കാം. നമ്മൾ എന്താ അവനോട് പറയേണ്ടത്? ഏതായാലും നിനക്ക് നിസ്കാരമില്ല, നീ നോമ്പ് നോറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണോ പറയേണ്ടത്? അതല്ല. നോമ്പ് നിസ്കാരം രണ്ടും വേണം. ഏതായാലും ഒന്ന് നീ ഒഴിവാക്കി, ഒന്ന് നീ എടുത്തല്ലോ, അൽഹംദുലില്ലാ, നീ നിസ്കാരം കൂടെ എടുക്ക്, നഷ്ടപ്പെട്ടത് ഖളാ വീട്ടിക്കോ എന്നോ? ഏതാ നമ്മൾ പറയേണ്ടത്? രണ്ടാമത്തേതാണ് അല്ലേ? രണ്ട് ബാധ്യതയിൽ ഒന്ന് അയാളെ ചെയ്തിട്ടില്ല, ഒന്ന് ചെയ്തു. ആ ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. എത്രത്തോളം ഒരു ഹദീസിൽ, വളരെ സ്വഹീഹായ ഒരു ഹദീസിൽ വന്നിട്ടുള്ള ഒരു സംഭവം, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇടക്കിടക്ക് അയാളെ മദ്യപിച്ചതിന് അടിക്കാൻ വേണ്ടി കൊണ്ടുവരും. മദ്യപാനത്തിന്റെ ശിക്ഷ നടപ്പാക്കാൻ നബിയുടെ മുമ്പിൽ കൊണ്ടുവരും. ഒരിക്കൽ കൊണ്ടുവന്നു, ശിക്ഷ വാങ്ങിച്ചു പോയി, പിന്നെയും കള്ളു കുടിച്ചു, പിന്നെയും പിടിച്ചു, പിന്നെയും കൊണ്ടുവന്നു, വീണ്ടും അടി.
അങ്ങനെ നിരന്തരം ഇയാളെ 1, 2, 3 തവണ നബി തങ്ങളുടെ മുമ്പിലേക്ക് വിചാരണക്ക് കൊണ്ടുവരുമ്പോ ഒരാള് പറഞ്ഞു സ്വഹാബികളിൽ, ലഅനഹുല്ലാഹ്, ഈ മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ, മാ അക്സറ മാ യുഅ്താ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ മുമ്പിലേക്ക് എത്ര തവണയാണ് ഇയാളെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, അല്ലാഹു ഇയാളെ ശപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാനിടയായി. കള്ളു കുടിക്കുന്ന ഒരാൾ, മദ്യപിച്ച ഒരാൾ 3 പ്രാവശ്യം നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ശിക്ഷ വാങ്ങിച്ചു പോകുമ്പോ 3ാമത്തെ തവണ പോകുമ്പോഴാ ഒരാൾ പറയുന്നത്, ലഅനഹുല്ലാഹ്, അല്ലാഹു ഇയാളെ ശപിക്കട്ടെ, മാ അക്സറ മാ യുഅ്താ ഇലൻ നബി, നബിന്റെ മുമ്പിലേക്ക് എത്ര തവണ ഇയാളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ലാ തൽഅനൂ, നിങ്ങൾ അയാളെ ശപിക്കരുത്. എന്തുകൊണ്ട്? ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഈ മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ട്, ആ മനുഷ്യനെ നിങ്ങൾ ശപിക്കരുതേ. സുബ്ഹാനല്ലാഹ്, ഒരു കള്ളു കുടിച്ച ആളെ പറ്റി നമ്മളിങ്ങനെ ചിന്തിക്കോ? അവന്റെ ഖൽബിന്റെ ഉള്ളിൽ ഹുബ്ബുണ്ട്. ചിലർക്ക് അങ്ങനെ ആയിരിക്കും, റബീഉൽ അവ്വൽ വരുമ്പോ ഭയങ്കര ആവേശമാണ്. തങ്ങൾ പറയാ ആ മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ആരോട്? അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും. അതുകൊണ്ട് ലാ തൽഅനൂ, ഈ മനുഷ്യനെ നിങ്ങൾ ശപിക്കരുത് കേട്ടോ. ലാ തൽഅനൂ ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ആ മനുഷ്യൻ ചെയ്ത തെറ്റാ, ആ മനുഷ്യൻ മദ്യപിച്ച ആളാണ്, പക്ഷേ ഖൽബിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ആ സ്നേഹം അല്ലാഹു സ്വീകരിച്ചാൽ ബാക്കി അല്ലാഹുവിന് പുറത്തു കൊടുക്കാലോ, നമുക്കറിയില്ലല്ലോ, അല്ലാഹുവിന് പുറത്തു കൊടുക്കാം. മതസ്സാഅതു യാ റസൂലല്ലാഹ്, നബിയെ എപ്പോഴാണ് നബി അന്ത്യനാൾ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ്, മാ അഅദത്ത ലഹാ, എന്താണ് നിങ്ങൾ അതിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്? മാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സുയാം, നബിയെ ഒരുപാട് നോമ്പോ നിസ്കാരമോ ഒന്നും എന്റെ കയ്യിലില്ല. പിന്നെ വലാകിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എനിക്ക് സ്നേഹമുണ്ട് നബിയേ. അത്രേ ഉള്ളൂ. കുറെ ഫർള് എടുക്കുന്നുണ്ട്, ഫർളായ നോമ്പെടുക്കും, ഫർളായ നിസ്കാരം എടുക്കും, എന്ന സുന്നത്തുണ്ടോ? അതൊന്നുമില്ല, കുറവാണ്. നബി എന്റെ അടുത്ത് അധികമൊന്നുമില്ല, പക്ഷെ എന്റെ അടുത്ത് ഒരു കാര്യമുണ്ട്, എനിക്ക് അല്ലാഹുവിനും റസൂലിനും ഭയങ്കര ഇഷ്ടമാണ്. ഇത് പറഞ്ഞപ്പോ എന്താ നബിയുടെ മറുപടി എന്നറിയോ? അൻത മഅ മൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഇതൊരു വല്ലാത്ത വാക്കാണ്. സിനിമാ നടന്മാരെ ഇഷ്ടമുള്ളവരുണ്ടാവും, ഒരു പോകുന്നിടത്തേക്ക് നിങ്ങൾക്കും പോകാൻ പറ്റും. അതാണ്, ആരിഷ്ടപ്പെടാ, അവരെങ്ങോട്ട് പോകുന്നോ അവരോടൊപ്പം പോകാം. സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് പോകാം, ത്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നരകത്തിലേക്കും പോകാൻ പറ്റും. ഇതാണ് വിഷയം. അൻത മഅ മൻ അഹ്ബബ്ത. ഈ മറുപടി കേട്ടപ്പോഴേ ആ സദസ്സിലുണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളായതിന്റെ ശേഷം കലിമ ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയതിൽ ആ സന്തോഷം കഴിച്ചാൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും സന്തോഷമുള്ള ഒരു വചനം ഞങ്ങൾ കേട്ടത് നബി തങ്ങളുടെ ഈ വാക്കാണ്, അൻത മഅ മൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ഇഷ്ടമാണ്. വഉഹിബ്ബു അബാ ബക്രിൻ, അബൂബക്കർ എന്നവരോട് എനിക്ക് ഇഷ്ടമാണ്. വഉഹിബ്ബു ഉമറ, ഉമർ എന്നവരോട് എനിക്ക് ഇഷ്ടമാണ്. വഇൽ അർജു അൻ അകൂന മഅഹും വഇൻ ലം അമൽ ബിഅമാലിഹിം, അവരൊക്കെ പോകുന്നിടത്തേക്ക് കൂടെ പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് നബി തങ്ങളുടെ വേലക്കാരനും തങ്ങളുടെ ഖാദിമും സേവകനുമായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വഇൻ ലം അമൽ ബിഅമാലിഹിം, സിദ്ദീഖ് എന്നവർ ചെയ്ത പോലെ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്ത പോലെയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും
അവയോടുള്ള സ്നേഹം കൊണ്ട് അവർ പോകുന്നിടത്തേക്ക് പോകാൻ കഴിയുമല്ലോ. അൻത മഅ മൻ അഹ്ബബ്ത, ഇതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ്. അപ്പൊ ഞാൻ അവരോടൊപ്പമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഇങ്ങനെ ഒരു സന്തോഷം തരുന്ന വചനം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഭാഗ്യമുണ്ടായതിന്റെ ശേഷം മറ്റൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇതൊരു വല്ലാത്ത വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് മഹാനായ സ്വഹാബി സൗബാൻ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. സൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൗബാൻ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, മുഖം ചുമന്നിരിക്കുന്നുവല്ലോ, എന്തുപറ്റി സൗബാൻ? വല്ല വിഷമവും സംഭവിച്ചോ? എന്തെങ്കിലും അപകടം സംഭവിച്ചോ? എന്തിനാണ് നിങ്ങൾ വന്നത്? എന്താണ് സൗബാനെ നിങ്ങളുടെ വിഷമം? സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിറങ്ങാൻ കാരണമാകുന്ന സംഭവമാണിത്. മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്, സങ്കടമുണ്ട്, മുഖമൊക്കെ ചെമ്മന്ന് നിൽക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ സൗബാൻ, സൗബാൻ എന്നിവരെ, എന്താണ് ഈ വിഷമം? ഒന്നുമല്ല നബിയെ, വീട്ടിലിരിക്കുമ്പോ, മദീനയിൽ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ അങ്ങയെ കാണണമെന്ന് കൊതി തോന്നുമ്പോ ഞാൻ എന്റെ മക്കളെയൊക്കെ താഴെ വെച്ച് നേരെ ഓടി വരും മദീനയിലേക്ക്, അങ്ങയുടെ പള്ളിയിലേക്ക്. അവിടെ വന്നാൽ ഇവിടെ വരുമ്പോ നബി അങ്ങയെ കാണാൻ കഴിയുമല്ലോ, കണ്ണ് നിറയെ ഞാൻ കാണും. എന്റെ ആഗ്രഹം തീർന്നാൽ ഞാൻ തിരിച്ചു പോകും, വീണ്ടും കാണാൻ കൊതിയായാൽ ഞാൻ ഓടിവരും. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വിഷമം അതല്ല. ഇൻമിത്തു വമിത്ത, ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അങ്ങയെ അമ്പിയാക്കളുടെ ദറജയിൽ നിന്നും ഉയർന്ന സ്ഥാനത്തേക്ക് അങ്ങയെ ഉയർത്തുകയും ഞാനെന്ന പാവമായ സൗബാൻ എന്ന അങ്ങയുടെ സ്വഹാബി സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നിരിക്കുകയും ചെയ്താൽ, ഇപ്പോ എനിക്കങ്ങയെ കാണണമെന്ന് കൊതി തോന്നുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് മസ്ജിദുൻ നബവിയിലേക്ക്, അങ്ങയുടെ പള്ളിയിലേക്ക് ഓടി വരുന്ന പോലെ സ്വർഗലോകത്ത് അങ്ങയെ കാണാൻ എനിക്ക് പറ്റുമോ നബിയേ? കാരണം അങ്ങ് പഠിപ്പിച്ചതനുസരിച്ച് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലുള്ളവർക്ക് താഴെ വരാമെന്നല്ലാതെ താഴെയുള്ളവർക്ക് മേലെ പോവാൻ പറ്റില്ലല്ലോ. അങ്ങ് ഉന്നതങ്ങളിലും സൗബാൻ എന്ന ഞാൻ സ്വർഗത്തിലെ ഏതെങ്കിലും മൂലയിലായി പോയാൽ ഈ കാണുന്ന സുഖം, അങ്ങയെ കാണാനുള്ള ഈ ഒരു തൗഫീഖ് എനിക്കവിടെ കിട്ടുമോ നബിയേ? ഒരു ചോദ്യമാണത്. നമ്മൾ പറയില്ലേ, ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, നബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ മൗലിദ് പാരായണോ നബിയുടെ മദ്ഹ് പറയലോ, ഇതൊന്നുമല്ല. അത് നബി പറഞ്ഞത് അനുസരിച്ച് ജീവിക്കലാണ്, അത്രേ ഉള്ളൂ, കഴിഞ്ഞു എന്ന് പറയുമ്പോ നബി തങ്ങളോട് ഈ സ്വഹാബി പറഞ്ഞ വാക്കുകൾ എന്താണ് ഇതൊക്കെ? നബിയെ, നിങ്ങൾ എനിക്ക് കാണണം നബിയെ. സ്നേഹമാണ് ആ പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ സുന്നത്തനുസരിച്ച് ജീവിച്ചോ, മതി, പൊയ്ക്കോ എന്ന് പറഞ്ഞവരെ നിരുത്സാഹപ്പെടുത്തല്ല നബി തങ്ങൾ ചെയ്യുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണോ? ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ തങ്ങൾ മൗനിയായി നിൽക്കുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തുമായി അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما.
വമൻ യുതിഇല്ലാഹ വറസൂല, നബിയെ സ്വർഗലോകത്ത് വന്നാൽ അങ്ങയെ കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ആ സ്വഹാബിക്ക് മറുപടി കൊടുക്കൂ നബിയെ. സ്വർഗമെന്നത് ഇന്നൽ ജന്നത മിഅതു ദറജ, സ്വർഗമെന്നത് 100 തട്ടുകളാണെന്നും മാ ബൈന കുല്ലി ദറജതൈനി മാ ബൈന അസ്സമാഇ വൽ അർള്, ഓരോ ലെവലുകൾക്കിടയിലുള്ള വ്യത്യാസം ഭൂമിയിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്കുള്ള ദൂരമാണെന്നും, അതുകൊണ്ട് ആ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഇല്ലിയീൻ, അൽ ഫിർദൗസുൽ അഅല എന്ന് പറയുന്ന സ്ഥാനം. അമ്പിയാക്കന്മാർ പോയിരിക്കുന്നത് എവിടെയാണ്? അവിടെ നബിയെ അങ്ങ് ചെന്നിരുന്നാൽ സ്വർഗത്തിന്റെ ഏതെങ്കിലും താഴെ തട്ടിലുള്ള ഒരാൾക്ക് മേലെ വന്ന് കാണാൻ കഴിയുമോ എന്ന് അങ്ങയെ കാണാനുള്ള കൊതിയായി, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനൊരു വാക്ക് പറയുന്ന ഈ ഒരു ചോദ്യം ചോദിച്ച സ്വഹാബിയോട് ഥൗബാൻ എന്നവരോട് മറുപടി കൊടുക്കൂ നബിയെ. വമൻ യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണോ അനുസരിച്ച് ജീവിക്കുന്നത്, അല്ലാഹുവും റസൂലും പറഞ്ഞ പോലെ ആരാണോ ജീവിക്കുന്നത്, ഫഉലൈക, അവരെല്ലാം മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരോടൊപ്പമാണ്. ആരാണ് അനുഗ്രഹം ചെയ്തവർ? അനുഗ്രഹം ലഭിച്ചവർ ആരാണ്? മിനൻ നബിയീൻ, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീൻ, സച്ചരിതരായ ആളുകൾ, വശുഹദാ, രക്തസാക്ഷികളായവർ, വസ്സാലിഹീൻ, അല്ലാഹുവിന്റെ സജ്ജനങ്ങളായവർ. ഇവരോടൊപ്പം ഇരിക്കാനുള്ള മഅയ്യത്തും സുഹ്ബത്തും അല്ലാഹു അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്ക് അല്ലാഹു നൽകും. വഹസ്ന ഉലൈക റഫീഖാ, കൂടെ ഇരിക്കാൻ ഇവരെക്കാളും മുന്തിയവർ പിന്നെ ആരാണുള്ളത്? ദാലികൽ ഫളു മിനല്ലാഹ്, ഇത് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്. വഖഫാ ബില്ലാഹി അലീമാ, അല്ലാഹു എല്ലാം അറിവുള്ളവനാണ്. നിങ്ങളുടെ ഖൽബിനുള്ളിൽ എത്രയാണ് നബിയോട് സ്നേഹമുള്ളതെന്ന്, തങ്ങളെ കാണാൻ കൊതിയുണ്ടാവുന്നത്, തങ്ങളെ കാണാൻ ഇഷ്ടമുണ്ടാകുന്നത് സ്നേഹമാണ്, ഹുബ്ബാണ്. നബിയൊന്ന് കണ്ടിരുന്നെങ്കിൽ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു താബിഈ പറഞ്ഞു, വദിത്തു ലൗ റഅയ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി തങ്ങളെ കണ്ടിരുന്നെങ്കിൽ മാദാ കുൻത തഫഅലു, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നബിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. മറുപടി എന്താണെന്നറിയോ? നബിയെ ഞാൻ കാണുകയാണെങ്കിൽ ഖബ്ബൽതു ബൈന ഐനൈ, നബി തങ്ങളുടെ 2 കണ്ണുകൾക്കിടയിൽ ഞാൻ നബി തങ്ങൾക്ക് ചുംബനം കൊടുക്കുമായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബ്ശിർ അബ്ശിർ, സന്തോഷിച്ചോളൂ, ഫഇന്നി സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തനബി പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹമുണ്ടായാൽ ആ ഹൃദയമുള്ള ശരീരം അല്ലാഹു നരകത്തിലേക്ക് എറിയുകയില്ലെന്ന് മുത്തനബി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. നബിയെ കണ്ടാൽ അവിടുത്തെ നെറ്റിയിൽ ചുംബിക്കുമായിരുന്നുവെന്ന് പറഞ്ഞ താബിഈനോട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അതൊരു സ്നേഹം മനസ്സിൽ വരുന്നത്, തങ്ങളെ കാണാൻ കൊതി തോന്നുന്നത്, തങ്ങളോട് ഇഷ്ടം തോന്നുന്നത്, തങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നത് ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. അഹിബ്ബുല്ലാഹ അഹിബ്ബുല്ലാഹ ലിമാ യുഗ്ദൂകും ബിഹി മിൻ നിഅമി, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണമേ. ദീൻ എന്നത് ഈ സ്നേഹമാണ്. അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കണേ, അല്ലാഹു നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നില്ലേ. വഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ്, അല്ലാഹു എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോ നിങ്ങൾ എന്നെ സ്നേഹിക്കണേ.
അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം. അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തവനല്ലോ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കണേ എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബിയോട് കാണിച്ച സ്നേഹം കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, യാ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ പിൻകാലത്ത് മുഅ്മിനീങ്ങൾ വരുമ്പോൾ യുഹിബ്ബൂനനീ ബിഹുബ്ബില്ലാഹ്, അല്ലാഹു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ സ്നേഹിക്കും ആളുകൾ. വയുഹിബ്ബൂനകും ലിഹുബ്ബികും ഇയായി, നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നവരാണല്ലോ എന്നറിയുമ്പോൾ, ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്നറിയുമ്പോ നിങ്ങളെ ഇനി വരാനുള്ള സത്യവിശ്വാസികൾ സ്നേഹിക്കും. അബൂബക്കറെ, സിദ്ദീഖ് തങ്ങളോട് പറയാം, ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ജനങ്ങൾ എന്നെ സ്നേഹിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ ജനങ്ങൾ സ്നേഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹബന്ധമാണ്. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. നമുക്ക് ഈമാൻ കിട്ടാൻ കാരണം നബിതങ്ങളല്ലേ, സ്വഹാബികളല്ലേ. ജനങ്ങളോട് നന്ദി ചെയ്യാത്തവർ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല എന്നാണ്. ജനങ്ങളോട് നന്ദി എന്ന് ജനങ്ങൾക്കൊരു താങ്ക്സും ഒരു ജസാക്കല്ലാഹു ഖൈറും പറയാത്തവർ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യേണ്ടത് ഏത് വിഷയത്തിലാണ്? മുസ്ലിമാവാൻ ഭാഗ്യം ഉണ്ടായത് കൊണ്ടല്ലേ. ആ ഭാഗ്യം ആര് തന്നു? ആരിലൂടെ കിട്ടി? മുത്തുനബിയിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സ്നേഹം കൊണ്ട ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ എത്ര തിരക്കാണെങ്കിലും ഒന്ന് മദീന വരെ പോയിട്ട് വരണം എന്ന് പറയാൻ കാരണം അത് ഹജ്ജിന്റെ ഭാഗമാണോ എന്ന് ചോദിക്കും. അല്ല, അതൊരു സ്നേഹമാണ്. ചിലർ പറയും, ഞാൻ പിന്നെ മദീനത്തേക്കൊന്നും പോയിട്ടില്ല, എല്ലാം മക്കയിൽ തന്നെ കഴിച്ചുകൂട്ടിയത്. എന്തേ? മക്കയിലാണല്ലോ 1,00,000 കൂലിയുള്ളത്, ഞാൻ അതൊക്കെ ചാക്കിലാക്കി പോരുകയാണെന്ന് പറയും. സുബ്ഹാനല്ലാഹ്. ആ മക്കയിൽ 1,00,000 ഉണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ്? ആരാണത് പഠിപ്പിച്ചത്? മക്കയിൽ 1,00,000 ഉണ്ടെന്ന് ആര് പറഞ്ഞു? മദീനയിൽ കിടക്കുന്ന മുത്തുനബിയാണ് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ, ആ നബി പറഞ്ഞതുകൊണ്ടല്ലേ, അവിടെ നിന്നല്ലേ പഠിപ്പിച്ചത്. സഫാ മർവ എന്നത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. വിശുദ്ധമായ സഫയ്ക്കും മർവക്കും പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ അൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് യദുല്ലാഹി ഫീ അർളിഹി, ഭൂമിയിൽ രാജാവ് തന്റെ കൈ കൊടുക്കുന്ന പോലെ അള്ളാഹുവിന്റെ തിരുകരമെന്ന് പറയാൻ പറ്റുന്ന വിധമുള്ള അള്ളാഹുവിന്റെ ദാത്തല്ലെങ്കിലും അള്ളാഹുവിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഹജറുൽ അസ്വദ് എന്ന്. യാഖൂതത്തും മിൻ യവാഖീത്തിൽ ജന്ന, സ്വർഗത്തിലേതാണ്, സ്വർഗത്തിന്റെ അതിമനോഹരമായ വിലപിടിപ്പുള്ള കല്ലുകളിൽപ്പെട്ടതാണ് ഹജറുൽ അസ്വദ് എന്ന് പഠിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ്. തങ്ങളല്ലേ മസ്ജിദുൽ ഹറാമിന്റെ പുണ്യം പഠിപ്പിച്ചത്, തങ്ങളല്ലേ കഅബയുടെ പുണ്യം മനസ്സിലാക്കി തന്നത്. ആ നബിയെ ഒന്ന് കാണുന്നത് സന്തോഷമാണ്. മൻ സാറനി ബഅദ മമാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി, എന്റെ മരണശേഷം എന്നെ വന്ന് കാണുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നെ കാണുന്നതിന് തുല്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമാണത്. നമുക്കൊരാൾ വല്ലതും തന്നാൽ അവിടെ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നമ്മളത് പോയി വാങ്ങിച്ചു വന്ന് ഈ ഏൽപ്പിച്ച ആളോടൊരു നന്ദി പറയണ്ടേ? ആ നന്ദിയാണ് മദീനയിലേക്ക് പോകുന്നത്. അവിടെ 1000 ഉള്ളൂ, ഒരു നിസ്കാരത്തിന് 1000 കൂലിയുള്ളൂ. ഇവിടെ 1,00,000 ഉണ്ടല്ലോ എന്നല്ല അവിടെ പറയേണ്ടത്.
എത്ര പ്രയാസാണെങ്കിലും നബിയോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അങ്ങോട്ടെത്തണം. അത് ഹുബ്ബാണ്. അവിടെ 1 ലക്ഷമോ 2 ലക്ഷമോ ആണ് മദീനയിൽ വന്നാലുള്ള കൂലി. മക്കയിലേതിനേക്കാളും ഇരട്ടിയാണെന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ വരും, ഉറപ്പാണ്. പക്ഷെ ആ വരവ് കച്ചവട ലക്ഷ്യത്തോടുകൂടെയുള്ള വരവാണ്, കൂലി കിട്ടാനുള്ള വരവാണ്. സ്നേഹത്തിന്റെ വരവ്. കൂലി കുറവാണെങ്കിലും ഞാൻ നബിയെ പോയി കാണട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹുബ്ബാണ്. അവിടെ വരുമ്പോൾ അവിടത്തോട് സലാം പറയണം. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയണം. അവിടുത്തെ സ്വാഹിബൈനിയുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവരോട് സലാം പറയാം. ശുദ്ധമായ നിബിധങ്ങൾ കടന്നു ചെന്ന ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചെല്ല. ആ ഖബറാളുകൾക്ക് വേണ്ടി ദുആ ചെയ്യ. അവിടെ ചെന്ന് തബറുക്ക് എടുക്കുന്നത്. മസ്ജിദുൽ ഹറാമിൽ സ്വർഗത്തിന്റെ കഷ്ണമായി കിടക്കുന്ന, സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് 2 വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മക്കയിൽ സ്വർഗത്തിന്റെ ഭാഗമായി 2 എണ്ണമുണ്ട്. ഒന്ന് ഹജറുൽ അസ്വദ്, മറ്റേത് മഖാം ഇബ്രാഹീമിന്റെ കല്ല്. സ്വർഗത്തിന്റെ കല്ലാണ്. 2 എണ്ണമാണ്. മദീനയിൽ 2 എണ്ണമുണ്ട്. അങ്ങനെ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ പള്ളിയിൽ ചെന്നവർക്ക് ആ പച്ച കാർപ്പറ്റ് ഓർമ്മ വരും. അവിടെ നബിതങ്ങൾ നിന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. ആ മിമ്പർ ഹിജ്റ 543 അവിടെ ഒരു തീപിടുത്തമുണ്ടായപ്പോ, മദീനയിൽ ഒരു തീപിടുത്തമുണ്ടായപ്പോ ആ വിശുദ്ധമായ നബിതങ്ങൾ നിന്ന മിമ്പർ അവിടെ ഉണ്ടായിരുന്നു. ആ മിമ്പർ കത്തി നശിക്കുകയാണുണ്ടായത്. എന്നാൽ 654 ഹിജ്റ 654 മദീനയിൽ തീപിടുത്തമുണ്ടായത്. ആ കാലം വരെ നിബിതങ്ങൾ നിന്ന മിമ്പർ അവിടെയുണ്ട്. ഇന്നുള്ള മിമ്പറ നിബിതങ്ങൾ നിന്ന മിമ്പറയായിരുന്നില്ല, അത് പിന്നീട് ഉണ്ടാക്കിയതാണ്. ആ മിമ്പറ നിൽക്കുന്ന സ്ഥലവും അവിടുത്തെ പരിശുദ്ധമായ ഖബർ കിടക്കുന്ന റൗളക്കിടയിലുള്ള സ്ഥലവും സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ 2 എണ്ണമുണ്ട്, മക്കയിൽ 2 എണ്ണമുണ്ട്. ഹജറുൽ അസ്വദും മഖാം ഇബ്രാഹീമും. മദീനയിൽ 2 എണ്ണമുണ്ട്. മാ ബൈന ബൈതി വ മിംബരി എന്ന് പറഞ്ഞ സ്ഥലവും, പിന്നെ മിംബരി അലാ ഹൗളി, എന്റെ മിമ്പർ, ഞാൻ നിന്ന മിമ്പർ എന്റെ ഹൗദിലേക്ക് അല്ലാഹു കൊണ്ടുവരും. അത് സ്വർഗത്തിൽ എന്റെ കൂടെ വരുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മിമ്പർ, ശുദ്ധമായ മിമ്പർ നിന്ന സ്ഥലം, അത് സ്വർഗത്തിന്റെ ഭാഗമാണ്. ആ മിഹ്റാബിന്റെയും പരിശുദ്ധമായ തങ്ങളുടെ വീടിന്റെയും ഇന്നത്തെ ഖബർ ഷരീഫിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിന്റെ ഭാഗമാണ്. ദുആഇന് ഉത്തരവുള്ള സ്ഥലമാണ് അതൊക്കെ. മക്കയിലുള്ള പോലെ അവിടെയും. മക്കയിലുണ്ട് മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത് കഅബാലയത്തിന്റെ പരിസരത്താണ്. ചില അഭിപ്രായ പ്രകാരം ഹത്തീമിന്റെ അകത്താണെന്നാണ്. പരിശുദ്ധ മദീനയിലും അന്ത്യവിശ്രമം കൊള്ളുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വാഹിബൈനെയും അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മദീനയിലെ മണ്ണാണ് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്. തുർബത്തു അർളിന ബിരീഖി ബഅദിന ശിഫാഉൻ ലിസഖീമിന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമിനീരിൽ പുരട്ടി സത്യവിശ്വാസികളായ ആളുകൾ മദീനയിലെ മണ്ണ് ഉമിനീരിൽ പുരട്ടി രോഗികൾക്ക് തടവി കൊടുത്തിരുന്നു. രോഗശിഫ നൽകിയിരുന്നു അല്ലാഹു തആല. മദീനയിലാണ്
അജ്വതു അആലിൽ മദീന, മദീനയിലെ അജ്വ എന്ന് പറഞ്ഞ പ്രത്യേകമായ ഈത്തപ്പഴം 7 മൻ തസബ്ബഹ, രാവിലെയായി 7 കഴിച്ചാൽ ലം തുസിബ്ഹു സുമ്മുൻ വലാ സിഹ്റുൻ ദാലികൽ യൗം, ആ ദിവസം ആ മനുഷ്യന് വിഷമോ സിഹറോ ഏൽക്കുകയില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രേഷ്ഠതയുള്ള പ്രദേശമാണ്, അല്ലാഹു ശ്രേഷ്ഠമാക്കിയതാണ്. മക്കത്തു ഹറമഹല്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ പടച്ച നാളിൽ മക്കയെ ഹറമാണെന്ന് അല്ലാഹു നിശ്ചയിച്ചു. വൽ മദീനതു ഹറംതുഹാ, മദീനയും ഹറമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ലാ യുഅലദു ഷജറുഹാ, മദീനയിലെ വൃക്ഷങ്ങൾ കടപുഴക്കിയെടുക്കാനോ വെട്ടിക്കളയാനോ പാടുള്ളതല്ല. വലാ യുഖ്തലു സൈദുഹാ, മദീനയിൽ വേട്ടയാടാനും പാടില്ലെന്ന് മക്കയുടെ നിയമം മദീനക്കും ബാധകമാണെന്ന് റസൂലുള്ളാഹി. 40 യൗമൻ, 40 ദിവസം മസീഹു ദജ്ജാൽ ഇവിടെ കടന്നു വരാൻ പോകുന്നുണ്ട്. ലോക മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ഫിത്നയാണ്, അശദ്ദു ഫിത്ന. ഫശർറു ഗായിബിൻ യുൻതളർ, ഏറ്റവും ഗുരുതരമായ പരീക്ഷണമായിരിക്കും മസീഹു ദജ്ജാലിന്റെ വരവ്. ആ സമയത്ത് ലാ യദ്ഖുലു മക്കത വ ത്വയ്ബ, മക്കയിലേക്കും ത്വയ്ബ എന്നറിയപ്പെടുന്ന മദീനയിലേക്കും മസീഹു ദജ്ജാലിന് കടന്നു വരാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മലായികതു തഹറുസുഹാ, മദീനയെ കാവൽ നിൽക്കുന്നത് അല്ലാഹുവിന്റെ മലക്കുകളായിരിക്കും. അതുമാത്രമല്ല, വിശുദ്ധ നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ, പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇരപിടിച്ച് തിരിച്ച് മാളത്തിലേക്ക് വരുന്ന പോലെ അന്ത്യനാളാകുമ്പോൾ സത്യവിശ്വാസം ദുർബലപ്പെട്ടു പോവുകയും ഈമാൻ ദുർബലമാവുകയും അത് മദീനയിലേക്ക് തന്നെ ഇഴഞ്ഞു നടന്നു വരികയും മദീനയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും. ഈമാനിന്റെ അഭയസ്ഥാനം മദീനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമോ വൽ മദീനതു തൻഫി ഖബതഹാ കമാ തൻഫിൽ കീറു ഖബതൽ ഹദീദ്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിച്ചു പോകുന്നത്, അതിന്റെ റസ്റ്റ് വരുന്നത് തീയിൽ കാച്ചിയെടുത്താൽ ശുദ്ധിയാക്കാൻ പറ്റുന്ന പോലെ മദീനയിൽ മോശപ്പെട്ടവർക്ക് നിൽക്കാൻ കഴിയില്ലെന്നും അവരെ മദീന തന്നെ പുറത്താക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമാണ്. അത്രയും ശ്രേഷ്ഠമായ ഇടം ഒരൊറ്റ ഹദീസ് കൂടെ പറയട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ശാഅ അൻ യമുത് ബിൽ മദീനതി ഫൽയമുത് ബിഹാ, മദീനയിൽ ആർക്കെങ്കിലും മരിക്കാൻ കഴിയുമെങ്കിൽ മദീനയിൽ പോയി മരിക്കണമേ. കാരണം മദീനയിൽ മരിച്ചവർക്ക് എന്റെ ശഫാഅത്തുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ നബിയോടുള്ള ഹുബ്ബാൻ, തങ്ങളോടുള്ള സ്നേഹമാണ്. അവിടുത്തെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. അനഫറതുകും ഇൻദൽ ഹൗദ്, നിങ്ങളെ ഞാൻ അവിടെ കാത്തിരിക്കും കേട്ടോ. നിങ്ങൾ വുദു ചെയ്ത് വന്നവരായതുകൊണ്ട് നിങ്ങളുടെ കൈകാലുകളിലും മുഖത്തിലുമുള്ള പ്രകാശം കൊണ്ട് നിങ്ങളെ ഞാൻ തിരിച്ചറിയുമെന്ന് വരാൻ പോകുന്ന സത്യവിശ്വാസികളെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞ അവിടുന്ന് ഇഷ്ടപ്പെട്ട ഉമ്മത്തികളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഇവിടത്തോടുള്ള സ്നേഹവും ഹുബ്ബും നമ്മുടെ ഖൽബിൽ അല്ലാഹു തരട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അങ്ങ് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ് എനിക്ക് ഏറ്റവും വലുത്. ആയില്ല ഉമറേ, ശരീരത്തെക്കാളും ഞാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നാവാതെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരൽപ്പനേരം നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്റെ ശരീരത്തെക്കാളും അങ്ങാണ് നബിയെ എനിക്കിഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോ മുത്തുനബിയുടെ മറുപടി എന്താണ്? അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ശരിയായത്, ഇപ്പോഴാണിത് പരിപൂർണമായതെന്ന്. അല്ലാഹുവിന്റെ ഹബീബിനെ ഖൽബിലേക്ക് ഏറ്റെടുക്കാനും ഹൃദയം കൊണ്ട് ഹബീബിനെ സ്വീകരിക്കാനും കർമ്മം കൊണ്ട് അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റാനും അല്ലാഹു നമുക്കും നമ്മുടെ തലമുറകൾക്കും അവർക്ക് ശേഷം വരുന്നവർക്കും
അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മദീന ചെന്ന് കാണാനും റൗള ഷരീഫിലെത്താനും വിശുദ്ധ കഅബാലയം കാണാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.